ബി.ജെ.പി. തൃശൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് എ.ആർ. ശ്രീകുമാറിനെ വധിക്കാൻ ശ്രമം. ശ്രീകുമാറിന്റെ ഭാര്യ പ്രിയങ്ക, സുഹൃത്ത് ലാൽകൃഷ്ണ എന്നിവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം മതിലകം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. വ്യാജ ഗാർഹിക പീഡന പരാതിയാണ് ശ്രീകുമാറിനെതിരെ ഭാര്യ നൽകിയതെന്നും പോലീസ് കണ്ടെത്തി. BNS 61-2 248A 351-2 3 5 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. വിവരങ്ങളുമായി സാനു കെ സജീവ് ഒപ്പം ചേരുന്നു. സാനു, പറയൂ. കൃഷ്ണരാജ്, കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ബി.ജെ.പി. സൗത്ത് ജില്ലാ പ്രസിഡന്റ്, തൃശൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് എ.ആർ. ശ്രീകുമാറിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള പ്രിയങ്കയാണ് രംഗത്ത് വന്നത്. അന്ന് അത് വലിയ രീതിയിൽ വാർത്തയാവുകയും ഒക്കെ ചെയ്തിരുന്നു. വലിയ രീതിയിൽ ഗാർഹിക പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നടക്കം പറഞ്ഞുകൊണ്ടാണ്, മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പ്രിയങ്ക അന്ന് രംഗത്ത് വന്നത്. തന്നെയും അതേപോലെ തന്നെ തന്റെ വീട്ടുകാരെയൊക്കെ വധിക്കാനായിട്ട് ശ്രീകുമാറിന്റെ ഭാഗത്ത് നിന്ന് ശ്രമങ്ങൾ നടക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെയായിരുന്നു അന്ന് പ്രിയങ്ക ഉന്നയിച്ചിരുന്നത്. എന്തായാലും ഇപ്പോൾ അതിലൊരു വഴിത്തിരിവുണ്ടായിരിക്കുകയാണ്. പ്രിയങ്ക പറഞ്ഞ ആരോപണങ്ങളെല്ലാം കളവായിരുന്നു എന്ന് തെളിയിക്കുന്നു ഇപ്പോൾ മതിലകം പോലീസ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മതിലകം പോലീസ് പ്രിയങ്കയ്ക്കും പ്രിയങ്കയുടെ ആൺ സുഹൃത്തായിട്ടുള്ള ലാൽകൃഷ്ണയ്ക്കുമെതിരെ ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. ശ്രീകുമാറിനെ വധിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, വധഭീഷണി മുഴക്കിയിട്ടുണ്ട്, ഒപ്പം തന്നെ ഈ വ്യാജ ഗാർഹിക പീഡന പരാതി, ഇവയെല്ലാം ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള പരാതിയൊക്കെ ഉയരുമ്പോഴത്തേന് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഇടത് വലത് മുന്നണിയുടെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ശ്രീകുമാറിന്റെ വിഷയത്തിലും അത് തന്നെയാണ് ഉണ്ടായത്. ശ്രീകുമാർ തൃശൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവാണ്, ബി.ജെ.പിയുടെ തലമുതിർന്ന നേതാവാണ്, കൊടുങ്ങല്ലൂരിലടക്കം വലിയ രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്ന ഒരു നേതാവാണ്. അത്തരത്തിൽ ശ്രീകുമാറിനെതിരെ ആരോപണം ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ കൂടി സഹായത്തോടു കൂടിയാണ് അന്ന് ഉയർന്നു വന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ പൊള്ളയായിരുന്നു എന്ന് തെളിഞ്ഞതോടുകൂടി BNS 61-2 അതേപോലെ തന്നെ 248A അതേപോലെ തന്നെ 351-2, 3 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. ഇവർ എല്ലാം നിയമ സംവിധാനങ്ങളെ അടക്കം കബളിപ്പിക്കുന്ന നിലയിലേക്ക് പ്രിയങ്കയും പ്രിയങ്കയുടെ സുഹൃത്തുക്കളും ഒക്കെ കടന്നിരുന്നു. അത്തരത്തിലാണ് ഈ ആരോപണങ്ങൾ ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് നടത്തിയത്. എന്തായാലും അത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം പൊള്ളയായിരുന്നു എന്ന് തെളിയുകയാണ്. ശ്രീകുമാർ നൽകിയിട്ടുള്ള ഡിജിറ്റൽ തെളിവുകൾ, അതേപോലെ തന്നെ ഫോൺ സംഭാഷണം, ഇവയെല്ലാം ശബ്ദരേഖകളൊക്കെ ചേർത്തുകൊണ്ടാണ് പോലീസ് ഇതിൽ ഒരു ശാസ്ത്രീയമായിട്ടുള്ള പരിശോധന നടത്തിയത്. ഈ പരിശോധനയിലാണ് ഈ പ്രിയങ്ക ഉന്നയിച്ച വാദങ്ങളെല്ലാം പൊളിഞ്ഞടുങ്ങിയിട്ടുള്ളത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ പോലീസ് പ്രിയങ്കയ്ക്കും ഒപ്പം തന്നെ പ്രിയങ്കയുടെ സുഹൃത്തായിട്ടുള്ള ലാൽകൃഷ്ണയ്ക്കുമെതിരെ മതിലകം പോലീസ് കേസെടുത്തിട്ടുള്ളത്. കൃഷ്ണരാജ്. സാനു കെ സജീവാണ് വിവരങ്ങൾ നൽകിയത്.